എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളിൽ ചിലരെങ്കിലും ഈ വാർത്ത കണ്ടു കാണും. നാളിതുവരെ ഈ യുവാവിനു വേണ്ടി ഒരു സ്റ്റാറ്റസോ സ്റ്റോറിയോ ട്വിറ്റോ എങ്ങും കണ്ടില്ല. എന്തുകൊണ്ട്? ഉത്തരം വളരെ സിമ്പിൾ. ഇതിലെ കഥാപാത്രം ഒരു പുരുഷനാണ്. ഭൂമിയിലുള്ള സകലമാന ജീവജാലങ്ങൾക്ക് വേണ്ടി വാദിക്കാനും അവരുടെ അവകാശങ്ങൾ നിറവേറ്റാനും ഇവിടെ സംഘടനകളും മറ്റുമുണ്ട്. എന്നാൽ പുരുഷൻ എന്ന പുണ്യം ചെയ്ത ഈ ജനവിഭാഗത്തിന് വേണ്ടി ഇവിടെ വാദിക്കാൻ സംഘടനകളോ മറ്റോ ഇല്ല. ഈ വാർത്തയിലെ കഥാപാത്രം സ്ത്രീ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സൈബർ ലോകത്തിന്റെ അവസ്ഥ? പിന്നീട് വരുന്ന കഥകൾ എത്തരത്തിലായേനെ? മാനസിക പീഡനം, ശാരീരിക പീഡനം, ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം എന്നിങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോയേനെ. കേരളത്തിൽ ഈ അടുത്ത കാലത്തായി തെക്കൻ മേഖലയെ, അതും കൊല്ലം ജില്ലയെ നല്ലപോലെ സ്ത്രീധനത്തിന്റെ പേരിൽ ട്രോളി കണ്ടു. ഈ ട്രോളുന്നവർ ഒന്നോർക്കുക, 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതും 84-ലും 86-ലും ഇന്ത്യൻ പീനൽ കോഡിൽ ഭേദഗതി വരുത്തിയതും ഈ തെക്കൻ കേരളക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമല്ല. അല്ല, എന്താണ് സ്ത്രീധനം? വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻ വ്യവസ്ഥകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം അഥവാ ഡൗറി എന്നാണ് സമസ്ത മേഖലകളിലും ഇതിന് നൽകുന്ന നിർവചനം. സ്ത്രീക്ക് നൽകുന്ന ധനമാണ് ഇതെന്നും ഒരു പക്ഷമുണ്ട്. ആയിക്കോട്ടെ, ഈ സ്ത്രീധനത്തിൻ്റെ അളവുകൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? വിവാഹം എന്ന കച്ചവടത്തിൽ സ്ത്രീക്ക് വിലയുന്ന സമ്പ്രദായമാണ് സ്ത്രീധനം എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിർത്തിയിട്ട് പൊയ്ക്കൂടെ? ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് കണ്ണ് പൂട്ടി പറയാം, സ്ത്രീധനത്തിൻ്റെ അളവുകൾ വരൻ്റെ ജോലിയും അവൻ്റെ കുടുംബ മഹിമയുമാണ്. ഇത് രണ്ടുമില്ലാത്തവന് ഇവിടെ പെണ്ണുമില്ല, പിടക്കോഴിയുമില്ല. മകൾ വിധവയായാലും വേണ്ടില്ല, വിധവാ പെൻഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന കാലത്തോളം ഇവിടെ ഒന്നും ശരിയാകില്ല. നമ്മളുടെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നു. ഇതിനെ ശരിവെക്കും വിധം ഒരു പത്രക്കുറിപ്പ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടു. വളരെ സന്തോഷം. വിവാഹശേഷം നമ്മൾ കേൾക്കുന്ന പല പീഡന വാർത്തകളും ഉന്മൂലനം ചെയ്യാൻ ഒറ്റ ബില്ലിന് കഴിയും. അത് ജാതക നിരോധന ബില്ലാകട്ടെ. സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളെ ജാതകത്തിൻ്റെ ഇല്ലാദോഷം ചൂണ്ടിക്കാട്ടി എന്തിനകറ്റണം? അവർ ജീവിച്ചോട്ടെ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നാണല്ലോ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിൽ പീഡനത്തിൻ്റെ വ്യാപ്തി കുറയും. നാളെ നന്നാവട്ടെ, ഒപ്പം നമ്മൾ.